ഞങ്ങൾക്ക് മലയാളികളോട് പറയാനുള്ളത്, LDF UDF നമ്മൾ പരീക്ഷിച്ച് മടുത്തു. നമ്മളിപ്പോൾ അവരെ വെറുത്തു. കാരണം കേരളത്തെ കടക്കണിയിലാക്കിയവരാണത്. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞങ്ങൾക്കൊരവസരം തരൂ. കേരളത്തെ കടക്കണിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും. നല്ല വിഷൻ ഉണ്ടെങ്കിൽ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. ലോകത്ത് നിരവധി പ്രദേശങ്ങൾ വികസന രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം മലേഷ്യയിൽ നിന്ന് വെട്ടിമുറിച്ച ഒരു ചതുപ്പ് നിലമായിരുന്നു ഇന്നത്തെ സിംഗപ്പൂർ. കുടിവെള്ളം പോലും ഇല്ലാത്ത നാടാണ്. പക്ഷെ നല്ല വിഷനുള്ള ഒരു നേതൃത്വത്തിന്റെ കീഴിൽ സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും വലിയ വികസിത കേന്ദ്രമാണ്. നമ്മുടെ ഗൾഫ് നാടുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും കാരക്ക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നല്ല കുടിവെള്ളം പോലും ഇല്ല. പക്ഷേ സർവശക്തൻ ഭൂമിക്കടിയിൽ അനുഗ്രഹിച്ച് നൽകിയ ക്രൂഡ് ഓയിൽ അവരെ പെട്രോൾ ഡോളറിന്റെ സമ്പന്ന രാജ്യമാക്കി മാറ്റി. കേരളത്തെയും ദൈവം അനുഗ്രഹിച്ച നാടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്. കേരളത്തിന്റെ ആകാശത്തെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ കാർമേഘങ്ങളുണ്ട്. അതെല്ലാം പെയ്തിറങ്ങി മഴയായി കടലിൽ ചെന്ന് ഉപ്പുവെള്ളമാകുന്നു. അത് കുടിവെള്ളമാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ കേരളത്തിൽ 2 വർഷം കൊണ്ട് കേരളത്തിന്റെ 4 ലക്ഷം കോടി കടം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇതുപോലുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് ഞങ്ങൾക്ക് കടം തരൂ എന്ന് പറഞ്ഞു കടക്കളിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് പിണറായി വിജയന്റെ ധനമന്ത്രിക്കുള്ളത്. ഒരു കാഴ്ചപ്പാടുമില്ല. ബാലഗോപാലിന് എക്കണോമിക്സ് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ ഇക്കാക്കാണ് എക്കണോമിക്സ് അറിയാം. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഉപദേശിക്കുന്നത്, അനുസരിച്ചാണ് നടക്കുന്നത്. ഇദ്ദേഹത്തിന് എക്കണോമിക്സ് അറിഞ്ഞൂടാ.